നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് എൻ്റെയും കൊടിയാവയുടെയും ക്രാഫ്റ്റ് ആൻഡ് പെയിൻറ്റിങ് ഐറ്റംസ് ആണ്. രണ്ട് ബാഗ് നിറച്ചുണ്ട് കേട്ടോ. ഇത് രണ്ട് റീപോസിന് നമ്മൾ മെത്ത വാങ്ങിയപ്പം കിട്ടിയ ഒരു ബാഗാണ്. അത് നമ്മളെല്ലാം ഫിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് റെഡ് ബാഗിൽ നിന്ന് നമുക്ക് തുടങ്ങാം കേട്ടോ. ആദ്യമേ തന്നെ ഇതിൽ കാണിക്കുന്നത് കൊടിയാവയ്ക്ക് പെയിൻറ്റിങ് ക്ലാസ്സിന് വേണ്ടി കോംസ് എന്ന് പറയുന്നൊരു പ്രോഡക്റ്റിൻ്റെ വാട്ടർ കളർ ട്യൂബ്സ് ആയിട്ടുള്ള വാട്ടർ കളറാണ് വാങ്ങിയത്. അതെന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ കുറച്ച് ദിവസം കൊണ്ട് യൂസ് ചെയ്തോളൂ. ഇത്രയും കളറുണ്ട്. 12 കണ്ടാണ്. 12 കളേഴ്സുണ്ട്. എല്ലാത്തരം കളേഴ്സും ഉണ്ട്. ഇത് നല്ലൊരു പ്രോഡക്റ്റ് ആട്ടോ. അപ്പോൾ അവൾ കുറച്ച് ദിവസം മാത്രമേ യൂസ് ചെയ്തു. അപ്പോൾ അവൾ മാറ്റി വെച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഐറ്റം എന്ന് വെച്ചാൽ ക്യാമലിൻ്റെ. ഇത് അത്യാവശ്യം യൂസ് ചെയ്തു. ഒരാഴ്ച 2 ആഴ്ച കണ്ട് യൂസ് ചെയ്ത്. ഇത് നമ്മളെ ഓയിൽ പേസ്റ്റ് ഉണ്ടല്ലേ, അത് ഒരെണ്ണം കൊണ്ട് യൂസ് ചെയ്ത് തീർത്ത്. അങ്ങനെയാണ് ഇത്രയും കളേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് നമ്മളത് ഇടയ്ക്കിടയ്ക്ക് വന്ന് വീഴുന്നുണ്ട്. ഇപ്പം ലൂസായിപ്പോയി. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വന്നത് വീഴൊക്കെ വന്നു. ഇത് നമ്മൾ ക്യാമലിൻ്റെ ഓയിൽ പേസ്റ്റായിട്ടാണ് വാങ്ങിയത്. അടുത്തതെന്ന് പറയുന്നത് ഇത് അച്ഛൻ നാട്ടിൽ വന്നപ്പം കൊണ്ടുവന്നൊരു സ്കെച്ചാണ്. ഇങ്ങനത്തെ ഒരു ഇത് വരുന്നത് 2 ഡ്രോ ആയിട്ടുണ്ട്. അങ്ങനത്തെ 2 ഡ്രോ ആണ്. ഇത് കുറച്ച് മാസം കൊണ്ടായിട്ട് യൂസ് ചെയ്തിട്ടാണ്. അടുത്തെന്ന് പറയുമ്പം ക്യാമൽ കോംസിൻ്റെ ഇത് ആ വാട്ടർ കളർ വാങ്ങിയപ്പോൾ അതിൻ്റെ കൂടെ കിട്ടിയൊരു പാലറ്റാണ് കേട്ടോ. ഇത് വാട്ടർ കളർ ഇത് അതിൻ്റെ പാലറ്റ് തന്നെ. ഇത് ഒഴിച്ചിട്ട് മിക്സ് ചെയ്യുന്ന ആ പാലറ്റ്. ഇത് അല്ലാതെ വേറൊരു ബ്രഷ് വാങ്ങിയപ്പോൾ കിട്ടിയൊരു പാലറ്റ് ആണ്. 2 പാലറ്റ്സ് ഉണ്ട് അവർക്ക്. അടുത്തെന്ന് പറയുമ്പം 2 സ്കെയിലാണ്. രണ്ടും ഇവിടെയാണ്. കോംസിനാണ്ട് പെട്ടെന്ന് വളരുന്ന ഒടിയില്ല. അവളെന്ന് പറയുമ്പോൾ വേഗം ഒടിച്ച് കളയുന്ന ടൈപ്പാണ് കേട്ടോ. അതിൻ്റെ അവർക്ക് കോംസിൻ്റെ സ്കെയിലുമാണ്. ഈ ക്യാമലിൻ്റെ സ്കെയിലും അങ്ങനെ ഒടിയത്തില്ല. ഞാൻ അങ്ങനെ ഒടിക്കത്തില്ല. അതുകൊണ്ട് എനിക്ക് ഈ ക്യാമലിൻ്റെ സ്കെയിലാണ് വാങ്ങിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു പെൻസിൽ മോഡലാട്ടോ. ഇതിന് കുറേ ഷെയ്ഡ്സ് ഒക്കെയാണ്. അതായത് ഇതിൻ്റെ ഓരോ ഷെയ്ഡ്സ് കണ്ടാലും നമുക്ക് മനസ്സിലാകത്തില്ലേ. നല്ല കൂടുതൽ കനത്തത് കനമില്ലാത്ത അങ്ങനത്തെ കുറേ ഉണ്ട്. ഇതിൻ്റെ എന്ന് പറയുമ്പോൾ HB 2B 4B 6B 8B 10B എന്ന് പറയുന്ന കുറച്ച് ഇതാണ് ഷെയ്ഡ് കണ്ടാണ്. അടുത്തൊരു ഷെയ്ഡും കേട്ടി. ഇതെന്ന് പറയുമ്പോൾ HB ഏറ്റവും ചെറിയ ഇതാണ് HB. ഇതിനകത്തുനിന്ന് ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അത് എനിക്ക് പരീക്ഷയ്ക്ക് വേണ്ടി. പിന്നെ പരീക്ഷയ്ക്ക് പോകുമ്പോൾ വരയ്ക്കാനൊക്കെ ആവശ്യമുണ്ട്. സ്കൂളിലും ഓരോ കാര്യത്തിനായിട്ട് വരയ്ക്കാനാണ് ഞാൻ ഇത് കൊണ്ടുപോയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൽ ഒരു ഷെയ്ഡ് എൻ്റെ ഇരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഒരു ദിവസം കാണിച്ചു തരാം. അടുത്തെന്ന് പറയുന്നൊരു ഗ്ലൂ ഉണ്ട്. ഇത് ഫെവിക്വിക്കിൻ്റെ ചെറിയൊരു ഇപ്പോഴത്തെ ഒരു മോഡൽ ഇറങ്ങിയിരിക്കുന്നതാണ്. നല്ല ഭക്ഷണം പെട്ടെന്ന് കിട്ടും. അടുത്തെന്ന് പറയുമ്പോൾ അവിടെ കൂട്ടുകാരിയുടെ ഒരു കുട്ടിയിൽ നിന്ന് നോക്കി വരച്ച ഒരു യൂണിക്കോണിൻ്റെ പടം. ഇത് കണ്ടാൽ ചിരി വരും ഗായ്സ്. ഇതൊരു യൂണിക്കോൺ ആണെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇതെന്ന് പറയുമ്പോൾ ഇതൊരു ഫ്രെയിം പോലെ ഉണ്ടാക്കിയതാണ്. ഇത് കുറച്ച് നാളായതുകൊണ്ട് കീഴിലൊക്കെ പോയി. നല്ല കട്ടിയായിട്ട് ഞങ്ങൾ വേറൊരു വീഡിയോയിൽ ചെയ്യാട്ടോ. ഇതൊരു തടി ഒട്ടിക്കുന്നൊരു ഗ്ലൂ വെച്ചാണ് അത് ചെയ്തിരിക്കുന്നത്. തടി ഇടുന്ന ഗ്ലൂ വെച്ച് ഒട്ടിച്ചിട്ട് നല്ല രീതിക്ക് ഒട്ടിയൊക്കെ വന്നു. നമ്മൾ വേറൊരു ദിവസം വീഡിയോ ഇടുമ്പോൾ നല്ല രീതിക്ക് ചെയ്തൊരു വീഡിയോ ഇടാട്ടോ. ഇതെന്ന് പറയുമ്പോൾ കുറച്ച് നാളായി നശിച്ചൊക്കെ പോയി. വേറെ രീതിയിലാണ് നമ്മൾ ചെയ്തത്. എങ്ങനെയൊക്കെ നശിച്ചു പോയി നമ്മൾ വെച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒരു സെറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ഇനി രണ്ടാമത്തെ സെറ്റിനകത്താണ് അത്യാവശ്യം കുറച്ച് സാധനങ്ങളുള്ളത്. അതിലെന്ന് പറയുമ്പോൾ ഫസ്റ്റ് എന്ന് പറയുമ്പോൾ 2 സെറ്റ് ബ്രഷാണ്. ഒന്ന്
അപ്പോൾ ഗൈസ് എനിക്ക് തെറ്റിപ്പോയതാണ്. ഇത് ഫ്ലാറ്റും ഇത് റൗണ്ട് ബ്രഷും ആണ്. ഇത് ഓരോ ഇതൊക്കെ വരയ്ക്കാനും ഇത് വരയ്ക്കാനായിട്ടാണ്. ഇത് ഓരോ ഇതായിട്ടൊക്കെ ചെയ്യാൻ എനിക്കിനെ പറ്റി അറിഞ്ഞൂടാ, തവക്കാൻ അറിയാം. ഇത് രണ്ടും ഇതാണ് നമ്മളുടെ മറ്റേ ഈ വാട്ടർ കളറിൻ്റെ ട്യൂബിൻ്റെ കളർ വാങ്ങാൻ പോയപ്പോൾ വാങ്ങിയത്. ഇത് നമ്മളിവിടെ മേള വന്നപ്പം പോയപ്പോൾ കൊല്ലമേള വന്നപ്പോൾ പോയപ്പോൾ വാങ്ങിയ ഇതാണ്. അപ്പോൾ ഗൈസ് നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ 2 ബോക്സ് ആണ്. ബോക്സ് എന്ന് പറയാൻ പൗച്ച് എന്ന് പറയാം. ഞങ്ങൾക്കിനി കഴുകിയൊക്കെ എടുക്കണം, വൃത്തികേടാക്കി വെച്ചിരിക്കുവാണ്. ഞങ്ങളെ കഴിഞ്ഞ വർഷം സ്കൂൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ വാങ്ങിയതാണ്. ഇത് അവളുടെ ബോക്സാണ്. എൻ്റെത് ഞാൻ അധികം യൂസ് ചെയ്യാത്തതുകൊണ്ട് വലിയ അഴുക്കായിട്ടില്ല. എന്തായാലും കഴുകാനൊക്കെ ഉള്ളത് കഴുകാനൊക്കെണ്ട 2 ബോക്സിലൊക്കെ നോക്കും. ഇത് കഴുകി വൃത്തിയാക്കി എടുക്കണം. അടുത്തെന്ന് പറയുന്നത് ഇതാണ്ട് കോംസിൻ്റെ ഇത് ഇതാരുടെയാണ്, ഇത് എൻ്റെ ക്രയോൺ ആട്ടോ ഗൈസ്. എൻ്റെ പേര് ഞാൻ എഴുതിയിട്ടുണ്ട്. ഞങ്ങൾ ഓരോ സാധനങ്ങൾ 2 ഒരു കണക്ക് വാങ്ങുവാണെങ്കിൽ ഞങ്ങൾ പേര് എഴുതാറുണ്ട്. അപ്പോൾ ഇത് എൻ്റെ കോംസിൻ്റെ ക്രയോൺസ് ആണ്. ഇത് ഒത്തിരി നാളായി ഇരിക്കുകയാണ്. ഇത് ഞാൻ സ്കൂൾ ഷോപ്പിന് വാങ്ങിയ സാധനമാട്ടെ. നെക്സ്റ്റ് എന്ന് പറയുന്നത് 3 ഹൈലൈറ്റേഴ്സ് ആണ് കേട്ടോ. ഒരു പച്ച, ഒരു പിങ്ക്, പിന്നെ ഒരു ക്യാരറ്റിൻ്റെ ഷീറ്റ്. നല്ല രസമുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇത് നമ്മൾ എന്നാ വാങ്ങിയെന്ന് ഓർമ്മ കിട്ടുന്നില്ല. അതുകൊണ്ട് ഇത് നമ്മൾ ഉപയോഗിക്കാതെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ. നല്ല രസമുണ്ട്. അതുകൊണ്ട് ഒരു പിങ്ക് ഹൈലൈറ്റർ, പിന്നെ ഒരു പച്ച ഹൈലൈറ്റർ. നല്ല രസമുണ്ട്. ഈ 3 ഹൈലൈറ്റേഴ്സാണ് നമ്മളിപ്പോൾ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുമ്പം ക്ലിപ്സ് ആണ് കേട്ടോ. ഇതെന്ന് പറയുമ്പം വരയ്ക്കാൻ നേരത്ത് പറന്ന് പോകാൻ വേണ്ടി യൂസ് ചെയ്യുന്ന 4 ക്ലിപ്സ് ആണ്. ഇതെന്ന് പറയുന്നത് ഇങ്ങനെ ഇരിക്കുന്നത് ഇങ്ങനെ തുറന്നിട്ട് ഇതിൻ്റെ ഇവിടെ വെച്ചാൽ ഇങ്ങനെ നെക്കപ്പോൾ ഇത് തുറന്നില്ല. എന്നിട്ട് ഇത് വല്ലോത്തിലോ ഇട്ടൊക്കെ ഇങ്ങനെ കുത്തിയൊക്കെ ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയാണ് മനസ്സിലായി ഇങ്ങനെ വെച്ചതാണ്. ഇപ്പം പടം വരയ്ക്കാനായിട്ട് പറന്ന് പോകാതിരിക്കാൻ വേണ്ടി ഈ ഡ്രോയിങ് ബുക്കിൽ തുറന്ന് വരയ്ക്കാൻ വേണ്ടിയാണ് കേട്ടോ ഇത് യൂസ് ചെയ്യുന്നത്. അങ്ങനെ 4 സാധനങ്ങൾ 4 ക്ലിപ്സാണ്. നമ്മൾ 4 സെറ്റ് ക്ലിപ്സാണ് കേട്ടോ വാങ്ങിക്കുന്നത്. സെറ്റായിട്ടല്ല, ഇത് ഒരു സെറ്റിൽ 4 നമ്മൾ വാങ്ങിക്കുന്നത്. നെക്സ്റ്റ് ചെയ്യുന്നത് ഇതെന്ന് പറഞ്ഞാൽ പണ്ടത്തത് ഒരു പേനയാണ്. അത് ഞാൻ അപ്പൂപ്പൻ എനിക്ക് തന്നതായിരുന്നു. ഇത് നല്ല രസമുണ്ട് കേട്ടോ. ഇത് ഇങ്ക് നിറച്ചിട്ട് ഇതിലാണ്ട് ഇങ്ങനെ തുറന്നിട്ട് ഇവിടെ ഇതിനൊരു ലീഫ്ലുണ്ട്. അതാണ്ട് ഇതിനകത്തൊരു ലീഫിലുണ്ട് അതിനകത്ത്. ആ ലീഫിനകത്ത് അപ്പോൾ ഗൈസ് കണ്ട ഇതിൽ നിന്ന് ഇങ്ങനെ തുറക്കുമ്പോൾ കണ്ട ഇതിലേക്ക് എങ്ങനെയൊക്കെയോ മഷി നനയ്ക്കും. പണ്ടത്തെ ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. കണ്ടെന്ന് വെച്ചാൽ ഇത് നിറച്ചിട്ട് കഴിഞ്ഞിട്ട് ഇതിലേക്ക് അടച്ചിട്ട് ഇതിൻ്റെ അകത്തോട്ട് ഇറക്കി അങ്ങ് വെച്ചിട്ട് ഇങ്ങനെ എഴുതാൻ നല്ല ഹാൻഡ് റൈറ്റിംഗ് ആയിട്ടായിരുന്നു. ഇത് പണ്ട് ഫസ്റ്റിൽ ഇറങ്ങിയൊരു പേനയാണെന്നാണ് എൻ്റെ ഡൗട്ട്. നല്ല രസമുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് റബ്ബേഴ്സും കട്ടറും വന്നിട്ട് ഇനിയും റബ്ബറുണ്ട്. അപ്പോൾ ഗായ്സ് ഈ സാധനം കണ്ട് ഇതെന്ന് പറയുന്നത് ഇതിനകത്ത് 2 പുതിയ റേസേഴ്സാണ്. ഇത് എൻ്റെ റേസേഴ്സ്, ഇത് റേസറാണ് തെറ്റി. ഇത് എൻ്റെ റേസർ, ഇത് പൊടി റേസർ. പൊടിയോ വരയ്ക്കാനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി വരച്ചുണ്ട്. നെക്സ്റ്റ് നമ്മൾ 2 കട്ടറുണ്ട്. പഴയ കട്ടറാണ്, നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാതുകൊണ്ട് വേണ്ടിയിട്ടുണ്ട്. ഇത് ഞങ്ങളുടെ പഴയ റേസേഴ്സാണ്. ഞങ്ങളുടെ പഴയ റേസേഴ്സൊക്കെ എല്ലായിടത്തും വെച്ചിരിക്കും. പിന്നെ ഇത് ഞാനിത് 7 പഠിക്കുമ്പം വാങ്ങിയതാണ്. പൊടിയാവ 5-ൽ, ഇപ്പം ഞാൻ 8-ൽ, അവിടെ 6-ൽ. അതുകൊണ്ട് വേണ്ടേ ഞങ്ങൾ 7 പഠിക്കുമ്പോൾ അങ്ങോട്ട് വാങ്ങിയ സാധനമാണ്. നല്ല രസമായിരുന്നു. എനിക്ക് ഒരു ട്യൂബാണ് സാധനത്തിൽ കുത്തിക്കിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗായ്സ് ഇതെന്ന് പറയുമ്പോൾ കുറച്ച് സ്കെച്ചാണ്. ഇത് നമ്മൾ മുമ്പ് യൂസ് ചെയ്യാമായിരുന്നു. ഇപ്പോൾ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഞങ്ങൾ മാറ്റി വെച്ചിരിക്കുകയാണ്. അങ്ങനെ കുറച്ചൊക്കെ കളഞ്ഞു പോയി. ഇപ്പോൾ കുറച്ചൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളൂ. ചിലതൊക്കെ തലതിരിഞ്ഞാണ് ഗൈസ് ഒഴിച്ചിട്ട്. അപ്പോൾ അതാണ്ട് ഇത്രയും സ്കെച്ചുകളാണ് നമ്മുടെ ഇരിക്കുന്നത്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇത് കളർ ടൈപ്പാണ്. ഇത് നല്ല രസമാണ്. ഇത് നമ്മൾ ഒരു കാര്യമൊക്കെ റാപ്പ് ചെയ്യാനാണ്.
പിന്നെ ഒരു സീസേഴ്സും. അപ്പോൾ ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. ഈ സാധനങ്ങളാണ് നമുക്ക് പരിചയപ്പെടുത്തിയ സാധനങ്ങൾ. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പുതിയൊരു വീഡിയോ പിന്നെ കാണാം. ടാറ്റാ.